ചെയ്തായിരുന്നോടാ? പറയണ്ട. ആ ഒരു ടെസ്റ്റ് കേസ് എഴുതിയായിരുന്നോ? ടെസ്റ്റ് കേസ് എഴുതുകയൊക്കെ ചെയ്ത്, പക്ഷെ അത് ഞാൻ മൊത്തം കൊളമാക്കിന്ന്. കൊളമാക്കിയതല്ല, നമുക്ക് കളക്ട് നോ ഇഷ്യൂസ്. ഇവിടെ സോറി ശ്രീകല്ല, ഡയാന നോക്കിക്കേ. അഡ്മിൻ ഫസ്റ്റ് വൺ, സെക്കൻഡ് റോ സെക്കൻഡ് കോളം അല്ലേ വരുന്നേ? യൂസർ നെയിം അല്ലേ മാം ഫസ്റ്റ് എഴുതുന്നത്? ആ യൂസർ നെയിം ഫസ്റ്റ്. അപ്പൊ അത് 2 കോമ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോ എന്താ പാസ് ചെയ്യുക? 2 കോമ എന്താ പാസ് ചെയ്യാ? അഡ്മിനാ. ആ അഡ്മിനെ റിട്രീവ് ചെയ്യാൻ നമ്മൾ എന്താ റോയും കോളം പാസ് ചെയ്യുക? അപ്പൊ യൂസർ നെയിം ആണെങ്കിൽ 2,1 അല്ലേ യൂസർ നെയിം വരുന്നത്? പാസ്വേഡ് കിടക്കുന്നത് എവിടെയാണ്? 2B-യിലാണ്. 2B-ക്ക് എന്താ പാസ് ചെയ്യാ? 22 ആണോ മാം? 22. അതെ മാം, എനിക്കിത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഈ എക്സല്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ യൂട്ടിലിറ്റി കൊടുത്ത എല്ലാം കംപ്ലീറ്റ് തെറ്റിപ്പോയി. ലോഗിൻ റൺ ചെയ്യുമ്പം എറർ ഒന്നുമില്ല, പക്ഷെ അതൊന്നൂടെ പറഞ്ഞുതരാം. സോറി ഏട്ടാ, എന്റെ മോളുടെ ഒച്ച നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതുണ്ടാവും. ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്, എന്തായാലും കേൾക്കേണ്ടി വരും. പൊന്നുതാ ഹാൻഡിമാൻ റോ കോളം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടല്ലേ വരേണ്ടത്? ഇതിങ്ങനെ എനിക്ക് വന്നിരിക്കുന്ന അത് കുഴപ്പമില്ല, സെൽഫ് കുഴപ്പമില്ല. റോ കോളത്തിന്റെ അടുത്താണ് ലോഗിൻ പേജ് വന്നിരിക്കുന്നത്. അത് ഷീറ്റ് നെയിം അല്ലേ വരേണ്ടത്? സെൽഫ് ഓൾറെഡി ഉണ്ടാവും. സെൽഫ് ഓൾറെഡി പ്രീ ഓക്യുപ്പൈഡ് ആണ്. സെൽഫ് പ്രീ ഓക്യുപ്പൈഡ് ആടാ, സെപ്പറേറ്റ് കൊടുക്കണ്ട. അപ്പൊ കോളത്തിന്റെ അടുത്തല്ലേ ലോഗിൻ പേജ് വന്നിരിക്കുന്നത്? അംഗനവാടി ഇന്നില്ലേ? അച്ചു ഇങ്ങോട്ട് വരുന്നുണ്ട് കളിക്കാൻ. അച്ചൂട്ടല്ലേ? അച്ചൂട്ട ഇങ്ങോട്ട് വരും കളിക്കാൻ. അതൊരു അച്ഛൻ അംഗനവാടി ഇല്ലപ്പാ. ടിവിയിൽ ആരാ കിട്ടിയിട്ടില്ല, ഒരൗട്ട്പുട്ടും ഇല്ല. സ്ക്രീൻ ഷെയർ ചെയ്യൂ. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മാം, എവിടെയാണ് ഞാൻ ചോദിക്കുന്നത്? നമ്മളെ ഈ ലോഗിൻ പേജ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഷീറ്റ് നെയിമല്ലേ വരേണ്ടത്? ലോഗിൻ പേജില് ഷീറ്റ് ഓപ്പൺ ചെയ്തല്ല. പക്ഷെ എനിക്കിവിടെ എന്താ ഹലോ നിങ്ങളെ എന്താ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തേ. ഫെച്ച് ചെയ്യണം വിചാരിക്കുക. 2A എന്ന് വെച്ചാൽ ഏത് റോ ഏത് കോളം പറഞ്ഞ? 2-1 അല്ലേ? പിന്നെ അടുത്ത വാല്യൂ ഉള്ളത് 2B-യിലാന്ന് വിചാരിക്കുക. അപ്പൊ ഏതായിരിക്കും റിട്രീവ് ചെയ്യേണ്ടത്? 2-2. ഞാനൊരു സിനാരിയോ പറയട്ടെ മാം. ഇനിയിപ്പോ നമ്മള് ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ് ആണെന്ന് വിചാരിച്ചോ? ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് ആണെന്ന് വിചാരിച്ചോ? അപ്പൊ അങ്ങനെ വരുമ്പം ആരെങ്കിലും ഒന്ന് പറയാമോ? അങ്ങനെ വരുമ്പോ ഇവിടെ എങ്ങനെ വരും? 4-1-ഉം 4-2 വരുമോ? അതെ 4-1 4-2 4-1 4-2 വരും. ഇനി വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ് ആണെങ്കിൽ എങ്ങനെ വരും? അതാണ് എനിക്കൊന്നും മനസ്സിലായില്ല. വാലിഡ് യൂസർ നെയിം എന്ന് പറയുമ്പോൾ അഡ്മിൻ വരും. ഇൻവാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഉണ്ട്. മോളെ ഒന്ന് കംഫർട്ടബിൾ ആക്കിക്കോ, എന്നിട്ട് മതി. ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്തോളാം മാം. മോളെ കംഫർട്ടബിൾ ആക്കിക്കോ, ഞങ്ങൾക്കറിയാം എന്റെ ബുദ്ധിമുട്ട്. ഓക്കെ. അപ്പൊ ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് എന്ന് പറയുമ്പോൾ 4-1 4-2 എന്ന് വരും. വാലിഡ് യൂസർ നെയിം ആൻഡ് ഇൻവാലിഡ് പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഏത് വരും? ആരെങ്കിലും ഒന്ന് പറയാവോ? ഷികായോ, ഡയാനയോ, സുബിറ്റിയോ, അജിത്രയോ? എന്തോടെ നീ ഒന്നുകൂടി ചോദിച്ചേ? എടാ,
ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് എന്ന് പറയുമ്പോഴത്തേക്കും 4142 വരും എന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം വാലിഡ് യൂസർ നെയിമും, അതായത് അഡ്മിൻ എന്ന് പറയുന്ന വാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡ് എന്ന് വരുമ്പോ എന്ത് വരും? അങ്ങനെ വരുമ്പം വാലിഡ് യൂസർ നെയിം അല്ലേ നീ പറഞ്ഞത്? വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ് വരുമ്പോ എന്ത് വരും എന്ന് എന്നോട് പറഞ്ഞാൽ മതി. 5 1 അല്ലേ? എന്തോ യൂസർ നെയിം വാലിഡാ. സോ 2 ഇൻവാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ സംഗതി ഇവിടെ ഇല്ല. മനസ്സിലായോ? ചോദിച്ചാൽ മനസ്സിലായോ? എടാ ഇൻവാലിഡ് പാസ്വേഡ് ഉണ്ട്. അതാണ് 5 കിടക്കുന്ന യൂസർ കോളർ നെയിം താൻ നോക്കിയേ, യൂസർ നെയിം അല്ലേ? നമുക്ക് പാസ്വേഡിന്റെ കാര്യം ഞാൻ ചോദിച്ചാ. വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ് വരുമ്പോ എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായോ? ശരിക്കും മനസ്സിലായോ ഞാൻ ചോദിച്ചാ എന്താന്നാ? വാലിഡ് യൂസർ നെയിം ആൻഡ് ഇൻവാലിഡ് പാസ്വേഡ്. അതിന് അപ്പൊ വാലിഡ് ഞാൻ കോഡ് കാണിക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്ത എന്താണ്? ആദ്യത്തെ നമ്മൾ കൊടുത്ത എന്താണ്? വാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ്. അങ്ങനെ വരുമ്പം ഇവിടെ നോക്കുമ്പം 2 1 വരും, 2 2 വരും. ശരി, സമ്മതിക്കുന്നു. അടുത്ത സിനാരിയോ എന്താണ്? അടുത്ത സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇൻവാലിഡ് യൂസർ നെയിം 4 1 വരും. ശരിയാണോ? ഓക്കെ, ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തത്. വാലിഡ് പാസ്വേഡ് എന്ന് പറയുമ്പോഴത്തേക്കും 2 2 വരും. ശരിയല്ലേ? അല്ലെങ്കിൽ 4 2 വരും. ശരിയാണോ? 4 2 വരും. അപ്പൊ ഇവിടെ നീ ഒന്നും കൂടി പറഞ്ഞ. എന്തായിരുന്നു നീ ടെസ്റ്റ് കേസ് 3 അല്ലേ പറയണേ? ഇത് ടെസ്റ്റ് കേസ് നമ്പർ 2 ആണ്. അതെ, ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ്. മനസ്സിലായില്ലേ? ഇവിടെ വരുമ്പോ എന്താണ്? ഇവിടെ നമ്മള് ഇൻവാലിഡ് യൂസർ നെയിം എന്ന് പറയുമ്പോഴത്തേക്കും 4th row 1st column. അപ്പം ഫസ്റ്റ് കോളം. വാലിഡ് പാസ്വേഡ് എന്ന് വരുമ്പോഴത്തേ എന്ത് ചെയ്യും? നമ്മള് പാസ്വേഡ് ഒരു മിനിറ്റ്. ഓക്കെ, വാലിഡ് പാസ്വേഡ് എന്ന് പറയുമ്പോഴത്തേക്കും കോളം നമ്പർ ബിയിൽ പോവാ. ബിയിൽ പോയിട്ട് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 4 2 ആണ്. അപ്പം 5 വെയിറ്റ് ആദ്യം നമ്മള് കോളം റോ പറയണ്ടേ? അതായത് 5 2 എന്ന് പറയും. തെറ്റല്ലേ? 5 2 എങ്ങനെയാ വരിക? 5 2 എങ്ങനെയാടാ വരിക? ചോദിക്കണം. മനസ്സിലായോ? 5 1 വരും. സോറി 5 1 വരും. അതെങ്ങനെയാണ് ഈ 5 1 വന്നതെന്നാണ് ഞാൻ ഈ ചോദിക്കണേ. കാരണം 5 എന്ന് പറഞ്ഞ യൂസർ ആണോ ഇവിടെ? ഒരു മിനിറ്റ് ശിഖ, ഇവിടുത്തെ വാലിഡ് പാസ്വേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാലിഡ് പാസ്വേഡ് ആണെങ്കിൽ 4 2 അല്ല വന്നെ, 3 1 വരും. 3 1 ഓടോ? ഇത് യൂസർ നെയിം പോയാണോ? ശിഖ വെയിറ്റ്. ഇതില് ആ കോളത്തിൽ പോയിട്ടെ ടെസ്റ്റ് ഡാറ്റയിൽ പോയിട്ട് ഏതാണ് വാലിഡ് യൂസർ നെയിം, ഇൻവാലിഡ് യൂസർ നെയിം, വാലിഡ് പാസ്വേഡ് പറഞ്ഞ? വാലിഡ് യൂസർ നെയിം ഇത് അഡ്മിൻ വാലിഡ് യൂസർ നെയിം. അഡ്മിൻ പാസ്വേഡ് പറഞ്ഞുതരാം. 2A 2B എന്ന് പറയുന്നത് വാലിഡ് യൂസർ നെയിം പാസ്വേഡ്. ഓക്കെ, അഡ്മിൻ പാസ്വേഡ് എന്ന് പറയുന്ന കോമ്പിനേഷൻ വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ്. വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ്. പാസ്വേഡ് പറഞ്ഞാണോ നമ്മുടെ പാസ്വേഡ്? 3A 3B ആണ് വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ്. ഇത് മാം ഇത് മാം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? നമുക്ക് വാലിഡ് ആയിട്ടുള്ളതാണ് അഡ്മിൻ ആൻഡ് വാലിഡ് പാസ്വേഡ് ആണ് അഡ്മിൻ. അപ്പം ഇൻവാലിഡ് യൂസർ നെയിം യൂസർ 1, ഇൻവാലിഡ് പാസ്വേഡ് യൂസർ, അങ്ങനെയല്ലേ അതിന്റെ വരുന്നേ? എങ്ങനെ മനസ്സിലായല്ലോ? ഒന്നുകൂടെ റിപ്പീറ്റ്. വാലിഡ് യൂസർ നെയിം അഡ്മിൻ, വാലിഡ് പാസ്വേഡ് അഡ്മിൻ. അതെ, ഇൻവാലിഡ് യൂസർ നെയിം യൂസർ 1, ഇൻവാലിഡ് പാസ്വേഡ് യൂസർ, അങ്ങനെയാണ് വരുന്നത് യൂസർ.
പറഞ്ഞുതരാം. 2A 2B എന്ന് പറഞ്ഞാൽ വാലിഡ് യൂസർ നെയിം ആൻഡ് വാലിഡ് പാസ്വേഡ്. അത് ഓക്കെ അല്ലേ? അല്ല അത് okay അല്ല. 2A 2B എന്താടാ? അഡ്മിൻ അതെന്താ? വാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അല്ലേ? അല്ല മാം. അതേടാ വാലിഡ് അല്ല നമ്മൾ വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും പറഞ്ഞേ. വാലിഡ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും അഡ്മിൻ അതായത് 2 റോളം 2 കോളം 1 റോളം 3 കോളം 1 അല്ലേ? റോളോ അതെ. റോ 1 സോറി കോളം 1 വാലിഡ് യൂസർ നെയിം ആൻഡ് ഇൻവാലിഡ് പാസ്വേഡ്. മാം ഇത് അല്ലേ ഞാൻ ഒറ്റ സത്യം ചോദിച്ചോട്ടെ, ഇവിടെ കൺഫ്യൂഷൻ അടിച്ച എന്താണെന്നറിയാവോ മാം? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡും അഡ്മിനും ഇൻവാലിഡ് യൂസർ നെയിം എന്ന് പറയുന്നത് ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് ഇൻവാലിഡ് പാസ്വേഡ് യൂസർ 1 യൂസർ 1 എന്നുമാണ്. അപ്പൊ ഞങ്ങൾ ആ കോൺസെപ്റ്റിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അത് പറ കംപ്ലീറ്റ് അപ്പൊ മാം ഞാന് മറ്റേ ഇന്നലെ നമ്മൾ ചെയ്തത് ആ കോൺസെപ്റ്റിലാണ്. ഇന്നലെ മാനുവാലിറ്റി നമ്മൾ ചെയ്തില്ലായിരുന്നു ക്ലാസ്സിൽ. ഓക്കെ കംപ്ലീറ്റ് പോയി. ഓൾറൈറ്റ് എടാ ഞാനൊന്ന് ഷെയർ ചെയ്യുവാണേ. വാലിഡ് യൂസർ നെയിം 31 ഓക്കെ എടുക്കുക. അംഗനവാടി പോണം. വേണ്ടി വരും. കണ്ടോ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നുണ്ട് എല്ലാം കോളം 1 അങ്ങനെ നീ പറയും. യൂസർ നെയിം ഈക്വൽസ് പാസ്വേഡ് ഈക്വൽസ് ലൈൻ നമ്പർ 1920 റിമൂവ് ചെയ്തേ. അങ്ങനെ പറയരുത്. 1920യോ എന്തിനു റിമൂവ് ചെയ്യണം മാം? ഞാൻ പറയുന്ന ഒന്ന് കേക്കോ മാം? ഇത് കണ്ടോ മാം? ഇത് കണ്ടോ? ഓക്കെ യൂസർ നെയിം പാസ്വേഡ് ഇത് രണ്ടും നമ്മുടെ വാലിഡ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയല്ല, റോ കോളം വൈസ് നോക്കുക. നീ കോളം വൈസ് ചെക്ക് ചെയ്യ. നീ റോ വൈസാ ചെക്ക് ചെയ്യുന്നത്, കോളം വൈസ് ചെക്ക് ചെയ്യ. 2A 2B ഒരു കോമ്പിനേഷൻ. വാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് ദൈവമേ. 3A 3B ഒരു കോമ്പിനേഷൻ. വാലിഡ് യൂസർ നെയിം ഇൻവാലിഡോ 21 22 ഓക്കേ. കോമ്പിനേഷൻ മനസ്സിലായോ? 2A 2B ഇൻവാലിഡ് യൂസർ നെയിം 2A 2B ആ വാലിഡ് ആ പാസ്വേഡ് വരും. ഓക്കേ. അഡ്മിൻ പാസ്വേഡ് യൂസർ 1 അഡ്മിൻ യൂസർ മറ്റേത് പാസ്വേഡ് അത് ഇപ്പൊ പറഞ്ഞപ്പോ ക്ലിയർ ആയി. ഇന്നലെ ഞാൻ ചെയ്തത് അങ്ങനെ വെച്ചല്ല. ഇത് രണ്ടും 2A ഫെച്ച് ചെയ്യണമെങ്കിൽ റോ 2 കൊടുക്കണം, കോളം 1 കൊടുക്കണം. അല്ലേ? റോ 2 വരും, കോളം 1 വരും. 2 വരും. അയ്യോ
2 1 ഇതപ്പൊ 2 2 എന്ന് കൊടുക്കാനോ? ഇതിപ്പോ മൊത്തത്തിൽ പോയല്ലോ, എന്റെ ഉള്ളതും കൂടെ പോയല്ലോ മാം. ബാക്കിലൊക്കെ റിമൂവ് ചെയ്യും. മാം എനിക്ക് എറർ അടിക്കുന്നില്ല, പക്ഷെ ഈ ലോഗിൻ പേജ് റൺ ചെയ്യുമ്പോ ഇല്ലേ, ഈ ആപ്ലിക്കേഷനിൽ പോയി ലോഗിൻ ആവുന്നില്ല, ഒന്നുമില്ല. അത് കഴിയുമ്പോ 4 ടെസ്റ്റ് കേസും ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഓക്കെ, ഇതപ്പം മാം ഒരു കാര്യം, നമ്മൾ ഈ യൂട്ടിലിറ്റിക്കകത്ത് ഇത് ജസ്റ്റ് ഇട്ടാൽ മാത്രം മതിയോ? മതി മതി. ഓൾറൈറ്റ്, ഓക്കെ. അപ്പൊ ലോഗിനകത്ത് ഇത് ഞാൻ കൊടുത്തു, അപ്പം അതിനനുസരിച്ച് വേണം ഇത് കൊടുക്കാൻ. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഇത് ശരിയായിരിക്കും മാം ഇവിടെ. അടുത്തത് വന്നേ, അപ്പൊ അടുത്തതിലേക്ക് വന്നേ. ഏതിലാ? ഞാൻ അടുത്ത ടെസ്റ്റ് കേസിലേക്ക് വന്നേ. ഇൻവാലിഡ് യൂസർ നെയിം അതിലേക്ക് വരട്ടെ. ഇനി അടുത്ത ടെസ്റ്റ് കേസിലേക്ക് വരട്ടെ. ഇത് ഇൻവാലിഡ് യൂസർ നെയിമാ. ഇൻവാലിഡ് യൂസർ നെയിമിന് ഡാറ്റ പാസ് ചെയ്യണ്ടേ? യൂസർ നെയിം 1 എവിടെയാ കിടക്കുന്നേ? യൂസർ നെയിം 1 ഇല്ല, കാരണം മറ്റേന് ഞാൻ വേറെ വാല്യൂ കൊടുത്തായിരുന്നു. ഓക്കെ, നെയിം 1 ഈക്വൽസ് നൺ അങ്ങ് എടുത്ത് കളഞ്ഞേ. അത് തന്നെ വന്നോ മാം? യൂട്ടിലിറ്റി ഏതാ? ഇത് അല്ലേ? ഇത് കോപ്പി എടുത്തിട്ട് ഇനി എന്ത് വേണം? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നമുക്ക് വേണ്ടത് ഇൻവാലിഡ് യൂസർ നെയിം, അതായത് ഇൻവാലിഡ് യൂസർ നെയിം, അതായത് ഇത് 4ഉം 4ഉം 1 4 2. അപ്പൊ യൂസർ നെയിം 1 എന്നും പറഞ്ഞിട്ട് കൊടുക്കാനോ? ഓക്കെ, എക്സൽ യൂട്ടിലിറ്റി അല്ല 4 അല്ലേ? അല്ലേ, ഇതല്ല, അങ്ങനല്ലേ ചെയ്യുന്നേ? ഓ ഓക്കെ ഓക്കെ, അവിടെ ഇത് എഴുതണ്ട. ഇത് ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. 4 കോളം 1 എന്നും 4 കോളം 2 എന്നും 4ഉം 2 എന്നും അല്ലേ? ഇപ്പൊ ശരിയായില്ലേ? ഇനി ഇൻവാലിഡിന്റെ അവിടെ ഇത് വന്നു, സെയിം ഇത് ഞാൻ ഷെയർ ചെയ്യാം. എവിടെയോ എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഇതുണ്ടോ? ഇതൊന്നും മനസ്സിലായില്ല. ഇവിടെ ഇപ്പൊ ഞാൻ ആദ്യം മുതൽ എടുക്കാൻ എന്തോ? അതെങ്ങനെയാ മാം അത് മാത്രം എക്സിക്യൂട്ട് ചെയ്യും? ഇതാ കണ്ടോ? ഇങ്ങനെ വന്ന് നിൽക്കും, ഫെയില് കാണിക്കും. അല്ല, അപ്പൊ വേറെ എന്തോ ഇഷ്യൂ ആണ്. എന്തോ ലിങ്ക്, എന്തോ ഒരു സാധനം അവിടെ വന്നില്ല. ശരി, ആദ്യം വീണ്ടും നോക്കിയാൽ ലോഗോ
മനസ്സിലാവുന്നില്ല. ടെർമിനലിൽ കാണിച്ച് Nothing to show you. എക്സിക്യൂട്ട് ചെയ്ത ടെസ്റ്റ് ലോഗിൻ എറർ കാണിച്ചേ. നമ്മളാ യൂട്ടിലിറ്റിയിൽ കൊടുത്തിരിക്കുന്ന സെയിം പാത്ത് തന്നെയാണ്. ഇത് ഇതുണ്ടോ, ഇത് തന്നെയാണ് കൊടുത്തേക്കണേ. XLS അല്ലേ? ഫയൽ ഓപ്പറേഷൻ ഇത് മനസ്സിലായില്ല അമ്മ. നിങ്ങൾ ലൈവ് പ്രൊജക്ട് ചെയ്യുന്നതല്ല നേടുന്നേക്കുന്നത്, മറ്റേ ടാബ് എടുക്കുക. പൈറ്റാനൊക്കെ ഇതെടുത്തു. അത് എക്സൽ ആ ഇത് ആ അണ്ടർസ്കോർ ഇൻറ്റ് ആണോ ഡബിൾ അണ്ടർസ്കോർ ഇൻറ്റ് ആണോ? എവിടെയാ നമ്പർ 5 ഡബിൾ അണ്ടർസ്കോർ ഇനിറ്റ് അല്ലേ? നേരത്തെ കാണിക്കുന്നില്ലല്ലോ മാം, അതാണ് എനിക്കൊന്നും അതെ എന്തോ പറഞ്ഞ ഈ സെൽഫോ, ഈ സെൽഫാണോ മാം? മാം ബ്രാക്കറ്റിനകത്തുള്ള സെൽഫാണോ? ആ നമ്മുടെ ടെസ്റ്റ് ലോഗിൻ തന്നെ അല്ലേ? ആ ടെസ്റ്റ് ലോഗിനാണോ വന്നേക്കണേ? താഴെ വന്നേടാ ലോഗ് കാണിച്ചടാ. ടൈം വേണ്ട, ടൈമിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ. ഒന്നുകൂടെ റൺ ചെയ്യണോ മാം? വേണ്ടല്ലോ. റൺ ചെയ്യണ്ട, എറർ ഉണ്ട്. ലോഗ് നമുക്ക് അവിടെ വൺ പൊസിഷണൽ ആർഗ്യുമെന്റ് ഇവിടെ ഗെറ്റ് അണ്ടർസ്കോർ സ്ട്രിംഗ് അണ്ടർസ്കോർ ഡാറ്റ. റിന്റു അവിടുത്തെ ഇയും യും സ്മോൾ ലെറ്റർ എഴുതടാ. ഏതാണ്? പാസ്വേഡിന്റെയും യൂസർ നെയിമിന്റെയും ഇയും യു സ്മോൾ ലെറ്റർ എഴുതി നോക്കും. അത് എവിടെയാ വന്നേ? അല്ല വേരിയബിൾ അല്ലേ? വേരിയബിൾസ് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ സ്ട്രിംഗ് ആ എങ്ങനെ? അത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. എക്സൽ യൂട്ടിലിറ്റി ഈക്വൽ ടു എക്സൽ യൂട്ടിലിറ്റി. ഈ എക്സൽ യൂട്ടിലിറ്റി കൊടുക്കണം അല്ലേ? അതെ അതെ. അത് ശരി. ഞാന്
ഇങ്ങനെയൊക്കെ എറർ അടിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല. ഞാൻ എന്തോരം നേരം ഇരുന്നറിയാവോ. ഓക്കെ, ഇനി റൺ ചെയ്യട്ടെ മാം. അതായത് നമ്മൾ മറ്റേ വെറുതെ അല്ല, ദേ കണ്ടോ. എനിക്ക് പക്ഷെ അത് കിട്ടിയായിരുന്നു മാം. അത് ചിലപ്പോ ഇൻവാലിഡിന്റെ പ്രശ്നം ആയതുകൊണ്ടായിരിക്കും. എനിക്ക് അത് ഇതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ലാസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഹോം ഒന്ന് നോക്കണം. അതും എനിക്കൊന്നും കിട്ടണില്ല, അത് വേറെ കാര്യം. അതെനിക്ക് കിട്ടുന്നുണ്ട്. അല്ല മാം, ഞാൻ ജസ്റ്റ് അതിന്റെ കാര്യം മാത്രം ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ കാണിക്കാം മാമിനെ കേട്ടോ. ഇതൊന്ന് ശരിയാക്കിക്കോട്ടെ മാം, എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. മാം എന്റെ കണ്ടീഷൻ വളരെ പ്രശ്നമാണ്. വേറൊന്നുമല്ല, ഇന്നലെ ടൈപ്പ് ചെയ്ത് 4 എണ്ണം ഞാൻ മാഡത്തിന് ഇട്ട് തന്നില്ലേ ഇന്നലെ ഒരു ഫോട്ടോ വെച്ച്. അതിനുശേഷം ഞാൻ ആ സെൽഫൊക്കെ കൊടുക്കാൻ വന്നപ്പോഴേ അത് മൊത്തം കൊളായത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ നാളത്തേനകത്ത് അതെനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരണില്ല. അപ്പൊ ഞാൻ കുഴപ്പമില്ല മാം, നാളെ ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. എനിക്ക് ഇന്നത്തേക്ക് കൂടെ ഒരു സമയം തന്നാൽ മതി. മാം ലോഗിൻ പേജ് ഒന്ന് കറക്റ്റ് ചെയ്ത് തരാമോ? ടെസ്റ്റ് ലോഗിൻ. എനിക്ക് കിട്ടി മാം. മാം ഞാൻ റൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യണോ? എന്റെ ഒറ്റ കണ്ടീഷനാണല്ലോ മാം പാസ്സായുള്ളൂ, 4 കണ്ടീഷനും പാസ്സായില്ലല്ലോ. ഞാൻ മൊത്തത്തിൽ ചെയ്തു, മൊത്തത്തിൽ റൺ ചെയ്തു. ഓരോ ക്ലാസിന്റെ മുകളിൽ എക്സിക്യൂട്ട് ചെയ്യണോ? തന്നെ മാം ഇവിടെ ഒരു എറർ അടിക്കണേ. അതായത് ഇതാണോ ഈ ആദ്യത്തെ റൺ ദ പൈസ്റ്റൺ? ആ ഞാനപ്പോ അതാ ക്ലിക്ക് ചെയ്തേക്കണേ മാം. ഒന്ന് നോക്കണേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വന്നു, പക്ഷെ ഇത് പുറകിലായിട്ട് അടുത്ത വന്നു. ഇൻവാലിഡ് അലർട്ട് കാണിച്ചു. അടുത്ത മാം ഇങ്ങനെ വരുമ്പോ നമ്മൾ മറ്റേപ്പാടുള്ള റണ്ണിങ് പറ്റിയല്ല അല്ലേ? ഒരെണ്ണം ഫെയിലറായി. അല്ല മാം, ഞാനിപ്പോ മാറ്റിയായിരുന്നു, ഞാൻ കാണിക്കാവേ. ഇതല്ലേ മാം, ഇത് ഏതാ കാണിക്കണ്ടേ? ഇത് എല്ലാം ഞാൻ ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത് മാം. ഇൻവാലിഡ് പാസ്വേഡ് എങ്ങനെ? എവിടെയാ മാം? ഈ യൂസർ നെയിമിന്റെ അകത്തോ? ഇവിടെ ഈ വാല്യൂ തന്നെയാണല്ലോ നമ്മൾ പാസ് ചെയ്യേണ്ടത്, യൂസർ നെയിം പാസ്വേഡും. അവിടെ അല്ലല്ലോ മിസ്റ്റേക്ക്. ഡബിൾ കോഡ്സ് കൊടുക്കണ്ട. എങ്ങനെയാണ്? ഒരു മിനിറ്റ്, കോട്ടയം യൂസർ നെയിം സെൻഡ്
name self dot driver dot find element. username dot to send keys. ഇവിടെയും ഞാൻ ഇത് പാസ് ചെയ്തിട്ടുണ്ട് വേറെ കാര്യം. പാസ് ചെയ്തിട്ടുണ്ട്. അവിടെ അത് മാറ്റി കൊടുക്കണം. അതുപോലെ അതല്ല നമ്മളത് sign to dot click എന്റെ ദൈവം. ഏതാ നമ്മള് എക്സൽ ഇത് കണ്ടുപിടിക്കട്ടെ. സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നിൽക്കും അവിടെ. അതിനുണ്ട് എന്താ നേരെ നോക്ക്. യൂസർ നെയിമിന് ടൈപ്പ് ഇക്വൽ ടു സബ്മിറ്റോ? അല്ലല്ലോ. അല്ലല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അതെങ്ങനെ അങ്ങനെ വർക്കാവേയല്ല. ഒരു മിനിറ്റ്. ഓക്കെ 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 മാം. അല്ല കോപ്പി ചെയ്താണ്ട് പറ്റിയാന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല അത്. ഓക്കെ. ഹലോ. ഒരു സെക്കൻഡടാ. കോഡിലേക്ക് തിരിച്ചു പോയിക്കേ. കുറച്ചുകൂടെ മുകളിലേക്ക് പോയിക്കേ. അത് കറക്റ്റ് ആണ്. താഴെ കോഡും താഴെ ലോഗിൻ പേജിന്റെ എല്ലും പിയും ക്യാപ്സ് കൊടുക്കുക. ലോഗിൻ പേജ്. ഓക്കെ. നിങ്ങൾക്കെല്ലാം കറക്റ്റ് ആയി കിട്ടിയാടാ? എനിക്കാണോ? എനിക്ക് ഈ ലോഗിൻ പേജ് ഒക്കെ ഓക്കെയാ, മറ്റതും ഓക്കെയാ, പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ മാം. ഇതാദ്യം മാറ്റട്ടെ മാം. Number 12. Slogan. താഴെ വാ. താഴെ പോയി. ലോഗ് താഴെ കാണിക്കും. താഴെ വൺ ടെസ്റ്റ് ഫെയിൽഡ് കാണിക്കില്ല. താഴേക്ക് വന്ന് ഏത് ലൈനിൽ എറർ അടിക്കുന്നത് നോക്കട്ടെ ഞാൻ. താഴെ വാ. അതാ അവിടെ എന്താ എറർ നോക്കട്ടെ. അവിടെ എന്താ മിസ്റ്റേക്ക്? കേസ് സെൻസിറ്റീവ് ആണോ നോക്കിക്കേ. എക്സ്പാത്ത് കോപ്പി എടുത്തിട്ട് അത് എക്സ്പാത്ത് കറക്റ്റ് ആണോ നോക്കിക്കേ. അത് ആ യൂസർ നെയിമിന്റെ യു ക്യാപിറ്റലും പാസ്വേഡിന്റെ പി എനിക്ക് തോന്നുന്നു അവിടെ തന്നെ പോയി ഇരുന്ന് ലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും. ഞാൻ ചെയ്ത് നോക്കട്ടെ മാം.
പാത്തിന്റെ ഇഷ്യൂ ഉള്ളത്. എഡ്ജ് പാത്ത് നേരെ കറക്റ്റ് ആയിട്ട് ഇരിക്കുക. ഏതാണ് ബട്ട് യൂസർ നെയിം പാസ്വേഡിന്റെ ആണ്. പാസ്വേഡിന്റെ എഡ്ജ് പാത്ത് ഒന്ന് നേരെ അവിടെ പോയി എഴുതിക്കേ. ആ അത് കൊണ്ടുവന്ന് വാല്യൂ ഇവിടെ ഇട്ടാൽ മതി. ചിലപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ചെറിയ കിട്ടിക്കോളും. മിസ്റ്റേക്സ് ഉണ്ട് അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നെയിം ആണോ പ്ലേസ് ഹോൾഡർ ഏതാണ്? ആണോ? സോ പ്ലേസ് ഓർഡർ. അജിത്ത് ഷെയർ ചെയ്യോ? അല്ല അജിത്ത് ആ മാം. സുബിറ്റി കിട്ടിയതാണല്ലേ പറഞ്ഞേ? അതെ മാം, ഒന്ന് നോക്കാം. ഞാൻ ഷെയർ ചെയ്യാം. എന്തോ മാം? അജിത്ത് ഒന്ന് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയണേ. ഇന്നും കൂടെ ഞാൻ ഇത് നോക്കാം മാം. ഇല്ലെങ്കിൽ നാളെ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം രാവിലെ സ്ക്രീനിൽ. സുബിറ്റിന്റെ ഹോം പേജ് കാണിച്ചേടാ. ലോഗിന് ലോഗിൻ ഓക്കെ എന്നല്ലേ പറഞ്ഞു? ലോഗിൻ വർക്കിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? വർക്കിംഗ് ആണ് അയ്യോ മാം, സോറി. ഒന്നും കൂടെ നോക്കണം. ന്യൂസ് എടുത്തേ, ടെസ്റ്റ് ന്യൂസ് എടുത്തേ, ടെസ്റ്റ് ന്യൂസ് എക്സിക്യൂട്ട് ചെയ്തോന്ന്. പാസ്ഡ് ആയില്ലല്ലോ. ഹോം ക്ലിക്ക് ചെയ്തിട്ടില്ലേ? അവിടെ ഹോം ഇൻസ്പെക്ട് ചെയ്തിട്ട് ഹോം ഐക്കൺ ഇല്ലേ? അതെ, ആ ഹോം എന്ന് പറഞ്ഞ ഐക്കണെ ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ ഹോം ബട്ടൺ ക്ലിക്ക് ഇവിടെ ഇൻസ്പെക്ട് ചെയ്തുണ്ട് മാം. പക്ഷെ അത് വർക്ക് ഇവിടെ ആയിട്ടില്ലല്ലോ. ഹോം ബട്ടൺ ക്ലിക്ക് വർക്ക് ആയിട്ടില്ലല്ലോടാ. എന്താണ് എക്സിക്യൂട്ട് ചെയ്ത്? ഇവിടെ ക്ലിക്ക് ആയോ? എന്തോ മാം. ഇല്ല. ബിക്കോസ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ലിസ്റ്റ് അഡ്മിനിലേക്കാ പോയിട്ടില്ല, ന്യൂസിലേക്കല്ലേടാ നമുക്ക് പോവേണ്ടിയിരുന്നേ. ക്ലിക്ക് ചെയ്ത ടൈൽ മാറിപ്പോയി. ഓ, അതിനെന്ത് ചെയ്യണം അറിയോ? അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോഡ് റീസൺ. ഞാൻ ചെയ്തു കേട്ടോ. ചെയ്തായിരുന്നു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ? നോക്കട്ടെ. മാം ടെസ്റ്റ് ഹോം എനിക്ക് കിട്ടി, പക്ഷെ മാനേജ് ന്യൂസില് എന്തോ റണ്ണിങ്ങിന്റെ ഒരു ഇഷ്യൂ ഇല്ല മാം, വരുന്നുണ്ട്. കിട്ടിയില്ല. ഞാൻ റിൻവിഡിലേക്ക് വരാം കേട്ടോ. സുബിറ്റിന്റെ ക്ലിയർ ഓക്കെ ഓക്കെ, ശരി ശരി. മാം കിട്ടിയില്ല കേട്ടോ. കിട്ടിയില്ല. ഇല്ല, ഫെയിൽഡ് കാണിക്കുക. കോഡിലേക്ക് വരും. ഞാനൊന്ന് ഷെയർ ചെയ്യും കേട്ടോ. സുബിറ്റിയിലേക്ക് വരാവേ. ഞാൻ ഷെയറിംഗ് ആണല്ലോ മാം. സുബിറ്റ് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യോ എന്നാല്? ആ എല്ലാവരും കൂടെ ഒരുമിച്ച് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ലടാ സ്ക്രീന്. ഓക്കെ ഓക്കെ. ഓക്കെ, താഴ്ക്ക് വേണ്ട എറർ നോക്കട്ടെ ഞാൻ. ഡോട്ട് സെൻ കീസിലല്ല എറർ. ഓക്കെ, ഡോട്ട് സെൻ കീസ് ഓഫ്
ഗൂഗിളിലുള്ള യൂസർ നെയിം നമ്പർ 8 യൂസർ നെയിം എന്ന് പറഞ്ഞ പേര് മാറ്റിട്ട് യൂസർ നെയിം വാല്യൂ എന്നാക്കിക്കേ. എവിടെ മാം? ഇവിടെയാണോ? നമ്പർ 18 നമ്പർ 18 ഇവിടെയാണോ? ആ, യൂസർ നെയിം വാല്യൂ ആണോ? അതുപോലെ പാസ്വേഡ് നോക്കിക്കേ. കാരണം എന്താ, നമ്മള് പൈത്തണില് വേരിയബിൾസ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈത്തണിൽ നമ്മൾ സെയിം വേരിയബിൾ നെയിം മൾട്ടിപ്പിൾ ടൈംസ് കൊടുത്താൽ ഡാറ്റയെ ഓവർറൈഡ് ചെയ്യും. ഓർക്കുന്നുണ്ടോ? ആ പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം വാല്യൂ അസൈൻ ചെയ്തു. അപ്പൊ അതിൽ വാല്യൂ ഉണ്ട്, 2,1 വാല്യൂ ഉണ്ട്. അതിനുശേഷം യൂസർ നെയിം ഈക്വൽസ് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്ന് വിളിക്കുമ്പോൾ എന്തായി? ആ കോളത്തിന്റെ വാല്യൂ മാറിയിട്ട് ലൊക്കേറ്റർ ആണ് അവിടെ വരുന്നത്, അല്ലേ? അപ്പോ കറന്റ്ലി യൂസർ നെയിം എന്ന് പറയുന്ന സാധനത്തിൽ എന്താ അവൈലബിൾ ആയിട്ടുള്ളത്? യൂസർ നെയിം ഈക്വൽസ് സെൽഫ് ഡിലീറ്റ് ഓഫ് ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കുമ്പോൾ യൂസർ നെയിമിൽ എന്താ ഡാറ്റ ഉള്ളത്? യൂസർ നെയിമിന്റെ റോ കോളം സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്, അല്ലേ? യൂസർ നെയിം ഡോട്ട് സെൻഡ് അണ്ടർസ്കോർ കീസ് ഓഫ് യൂസർ നെയിം. ലൈൻ നമ്പർ 20 യൂസർ നെയിം ഈക്വൽസ് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അപ്പൊ കറന്റ്ലി യൂസർ നെയിം എന്ന ഫീൽഡിന്റെ വാല്യൂ എന്തായി മാറി? അപ്പൊ അവിടെ യൂസർ നെയിം അല്ലല്ലോ, യൂസർ നെയിം വാല്യൂ അല്ലേ വരണ്ടേ? ഞാൻ പാസ് ചെയ്യേണ്ട യൂസർ നെയിം വാല്യൂവിനെയും ലൊക്കേറ്റ് ചെയ്ത എലമെന്റ് ആണ് യൂസർ നെയിം ഉള്ളത്. യൂസർ നെയിം വാല്യൂ എവിടെ മാം? ഇവിടെ സെൻഡ് കീസ് ഓഫ് ഡോട്ട് സെൻഡ് കീസ് ഓഫ് ബ്രാക്കറ്റ് യൂസർ നെയിം മാറ്റി യൂസർ നെയിം വാല്യൂ നോക്കുക, പാസ്വേഡ് മാറ്റി പാസ്വേഡ് വാല്യൂ. ഓക്കെ, റൺ ചെയ്ത് നോക്കട്ടെ. ഫീൽഡ് വന്നു മാം, പക്ഷേ ഫീൽഡ് 1 എന്ന് കാണിക്കുന്നു. എക്സ്പാത്ത് അല്ലേ മാം? സബ്മിറ്റിന്റെ എസ് സ്മോൾ അല്ലേ, ഒന്ന് ചെക്ക് ചെയ്തേ. ഓക്കെ, അതെ. സൈലന്റ് ബട്ടൺ ക്ലിക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കടാ. ഇവിടെ മാം. സൈലന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യടാ, ഇൻസ്പെക്ട് ചെയ്യടാ. സബ്മിറ്റിന്റെ എസ് സ്മോൾ അല്ലേ? ഓക്കെ, എക്സ്പാത്ത് എഴുതട്ടെ മാം? അവിടെ കറക്റ്റ് ചെയ്യണ്ട, നേരത്തെ ആ കോളത്തിൽ കറക്റ്റ് ചെയ്താൽ മതി, ചെറിയ മിസ്റ്റേക്ക് അല്ലേ. ഞാൻ ക്ലാസ് പിന്നെ വിളിക്കാം. ചെയ്ത് നോക്കട്ടെ മാം? ഓക്കെ, കിട്ടുന്നു. മറ്റേത് കറക്റ്റ് ചെയ്യും. ശരി, സ്റ്റോപ്പ് ചെയ്തു. റിൻറ്റു ഞാൻ സബ്മിറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ നോക്കുക, സെയിം മിസ്റ്റേക്ക് ആണോ? സെയിം മിസ്റ്റേക്ക് ആവില്ല റിൻറ്റുവിൻ്റെ ഉണ്ടായിരിക്കുക. അത് സബ്മിറ്റിന് കറക്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ.
സുബിറ്റയുടെ കറക്റ്റ് ആയിരുന്നു മതി. എവിടെടാ കോഡ് എടുത്തേ? സുബിറ്റയുടെയും ചികയുടെയും കറക്റ്റ് ആയിരുന്നു ശരിക്കും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കറക്റ്റ് ചെയ്യാനിരുന്ന ഞാൻ പോകും. എനിക്ക് എറർ അടിക്കണ്ടല്ലോ, അതാണ് കോമഡി. അതെന്താണെന്നല്ലേ നോക്കാം. മാം ഞാൻ ഇപ്പോ വരട്ടെ. ഓക്കെ, അഡ്രസ് ക്ലാസ് ഈക്വൽ സ്മോൾ ബോക്സ് ഫൂട്ടർ അല്ലേ? എന്താ മാം? ഇവിടെ അഡ്രസ് ക്ലാസ് ഈക്വൽ ആ സ്മോൾ ബോക്സ് ഫൂട്ടർ സ്മോൾ ബോക്സ് ഫൂട്ടർ. അതെ, സ്മോൾ ബോക്സ് അത് അവിടെ വേറെ ലിങ്ക് ഉണ്ടായിരുന്നു. ഒന്ന് കൊടുത്തേടാ, ആക്സ് പാത്ത് ഒന്ന് എടുത്തേടാ, കോപ്പി എടുത്തേ. ബാക്ക് അടിച്ചേ, ഹോം ക്ലിക്ക് ചെയ്തേടാ. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ന്യൂസിന്റെ ടൈല് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺട്രോൾ എഫ് അടിച്ചിട്ട് ആക്സ് പാത്ത് ഒന്ന് പേസ്റ്റ് ചെയ്തേ. ഇതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, ഇതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണേ. അതൊന്ന് പേസ്റ്റ് ചെയ്തേ. ഏതാ മാം? അവിടെ നിന്ന് എടുത്തിട്ടാ? അവിടെ നിന്ന് എടുത്ത ആ ആക്സ് പാത്തിനെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തില്ല. അതെ മാം, അങ്ങനെയാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യൂ, ആ മാനേജ് ന്യൂസിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് കൊടുത്തേടാ. അതെല്ലാം മാം ഞാൻ കൊടുത്തു. മാനേജ് ന്യൂസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് കൊടുക്കുക. അതിലേതാണ് വരുന്നത്? ലിങ്ക് ഇനി ആദ്യം സ്മോൾ ബോക്സ് ഫൂട്ടർ, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ ആൻഡ് എന്ന് പറഞ്ഞിട്ട് ലോജിക്കൽ ഓപ്പറേറ്റർ പഠിച്ചിട്ടില്ലായിരുന്നോ? അതെ, ആൻഡ് ഓർ നോട്ട് അങ്ങനെ. ഓർ നോട്ട്, അതിൽ ആൻഡ് യൂസ് ചെയ്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, കൺട്രോൾ എഫ് അടിക്കുക. അതായത് രണ്ടും കൂടെ കൂട്ടി കമ്പൈൻ ചെയ്ത് എഴുതണം. അതെ, അങ്ങനെ
സ്ക്വയർ ബ്രാക്കറ്റില് @student equals അവൾക്ക് അംഗനവാടി പോണെന്ന് ഈക്വൽ സിംഗിൾ കോട്സില് ഒരു വട്ടം കൂടി ഇൻസ്പെക്ട് ചെയ്തെടുക്ക്. വന്നു മാം. ഗ്രഫിന്റെ ലിങ്ക് അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടേ. ആ ലിങ്ക് എടുത്തോ, URL കോപ്പി എടുത്തോ. ഇത് മതിയാ? അതല്ല, അല്ല, മാനേജ് ന്യൂസ് ഇപ്പുറത്ത് ഓപ്പൺ ആയില്ലേ? ഞാൻ ഇവിടെ മാനേജ് ന്യൂസിന്റെ ടാബ് ഇപ്പൊ ഓപ്പൺ ആയില്ലേടാ? അത് ഡോട്ട് അഡ്മിൻ അല്ലേ മാം മുകളിൽ? മാനേജ് ന്യൂസിന്റെ ടാബ് നോക്ക്. ഇത് പേസ്റ്റ് ചെയ്യൂ. സിംഗിൾ കോട്ട് ക്ലോസ് ചെയ്യുക. സ്പേസ് ആൻഡ് one of space class equals class equals സിംഗിൾ കോട്സില് ഇനി ഒരു വട്ടം കൂടെ മാനേജ് ന്യൂസ് ക്ലിക്ക് ചെയ്തിടാ. അതില് അതല്ല, വൺ ഓഫ് active name അടാ മാനേജ് ന്യൂസിന് ഒരു വട്ടം കൂടെ എടുത്തേ. അതില് അതിലെ ക്ലാസിന്റെ പേരെന്താ? സ്മോൾ ബോസ് ബൂട്ട് അല്ലെ? അയ്യോ, എല്ലാം പോയി മാം. അത് ഒരു കാര്യം ചെയ്തേ, ആ ടാഗ് ഇല്ലേ, അതെ, ആങ്കർ ടാഗ് ഇല്ലേ, ആങ്കർ ടാഗ് കോപ്പി ചെയ്തേ. ഇവിടെയാ? ആ ടാഗ് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ഒരു സ്ഥലത്ത് വെച്ചോ. കോപ്പി എലമെന്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ നോട്ട് പാഡിൽ എവിടെ പ്ലേസ് ചെയ്ത് വെക്കണം. ഇനി താഴെ എഴുതിക്കോ, ഇനി // ഇനി താഴെ എഴുതിക്കോ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യൂ. നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്താ //a // square brackets equals സിംഗിൾ കോട്സില് നമ്മളുടെ അത് കേറ്റിയോ? സിംഗിൾ കോട്സിൽ എടുക്കൂട്ടോ അത്. സിംഗിൾ കോട്സ് സ്പേസ് ആൻഡ് space ഈക്വൽ സ്മോൾ ബോട്സ് ബൂട്ടോ @class equals
ഏതിലാ മാം? മാനേജ് ന്യൂസിന്റെ ഞാൻ ആ ആദ്യത്തെ ശരി. എഴുതിയിട്ടുണ്ടായിരിക്കില്ല, ബാക്കി ആ എഴുതിയിട്ടുള്ളത്. എല്ലാവരും എട്ട് ഈ എക്സ്പാത്തിന് എവിടെ കൊടുക്കണം? നമ്മുടെ മോർ ഇൻഫോന്റെ ഭാഗത്തായിട്ട് കൊടുത്തേ. സുബിറ്റി കൊടുത്തേ. മാനേജ് ന്യൂസിന്റെ എവിടെയാണ്? അതെ. ഇനി ഇവിടെ admin/home അല്ല, ഒക്കെ admin/home തന്നെ. ഇനി എക്സിക്യൂട്ട് ചെയ്തേ. One pass അല്ലേ? അതെ. അതുപോലെ എല്ലാവരും നിങ്ങളുടെ എല്ലാം ഇത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. മാം ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ മാം. ശരി. സ്റ്റോപ്പ്. നമ്മൾ ഇന്നലെ ആ എക്സ്പാത്ത് എഴുതിയത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇതല്ലേ HRF, ഇത് സ്പേസ് ആൻഡ് അറ്റ് ക്ലാസ് സ്മോൾ ബോക്സ് ഫിൽട്ടർ. പക്ഷെ എനിക്ക് ഔട്ട്പുട്ട് വന്നില്ല, അതാണ് എൻ്റെ ഇഷ്യൂ. ഇതിനകത്ത് ഇത് ഞാൻ നോക്കി, യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആണ്, ലോഗിൻ ആവുന്നുണ്ട്. എവിടെ അല്ല ഞാൻ കാണിക്കട്ടെ, റൺ ചെയ്യട്ടെ. ഇപ്പൊ ടെസ്റ്റ് ഹോം എക്സിക്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് എക്സിക്യൂട്ട് ആവാത്തെ റീസൺ ക്ലാസിന്റെ പേരിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. പറഞ്ഞോ. എവിടെ? ക്ലാസിന്റെ നെയിമിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ക്ലാസ് ഫയലിന്റെ നെയിമിൽ. ക്ലാസ് മാനേജ് ന്യൂസ് ആണ് ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ് ആണോ? മാനേജ് അണ്ടർസ്കോർ ന്യൂസ് ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ് ആണോ? മാനേജ് ന്യൂസ് ആണോ? ഡെഫിനേഷൻ അല്ലേ മാം ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ്. ക്ലാസിന്റെ പേര് ക്ലാസ്സിൽ നമ്മൾ ഈ ഫയൽ നെയിം തന്നെയല്ലേ കൊടുക്കണ്ടേ? മാനേജ് ന്യൂസ് എന്ന് പറയും. മാം അതാണ് ഞാൻ ഇന്നലെ മാമിനോട് ചോദിച്ചോണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഈ ക്ലാസ്സിലെ ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ് മാൻഡേറ്ററി ആണ്, അതാണ് വിഷയം. റീനെയിം ചെയ്യട്ടെ മാം. ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ് ഇവിടെ ടെസ്റ്റ് അണ്ടർസ്കോർ മാനേജ് ന്യൂസ്. ഓക്കെ മാം. ലോഗിൻ ചെയ്തു. എവിടെ എന്താ സംഭവിച്ചത്? ആയോ? ഓക്കെ മാം. ഓക്കെ താങ്ക് യു. അപ്പൊ നാളേക്ക് നിങ്ങൾക്ക് ഒരു വർക്ക്. ഓക്കെ. മാം നാളത്തെ ഹോംവർക്കിന് മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാം നമുക്ക് എക്സ്പാത്ത് രണ്ട് രീതിയിലുണ്ട്, റിലേഷനും പിന്നെ അബ്സല്യൂട്ടും അല്ലേ? അപ്പം ഈ അബ്സല്യൂട്ടിനകത്തെ ഫുൾ എക്സ്പാത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കിട്ടാത്തെ?
ഡോമിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ച് വന്നാൽ നമ്മുടെ എച്ച് പാത്ത് ഫെയിൽ ആവും. നമ്മുടെ എലമെന്റ് അതുപോലെ ചേഞ്ച് വരണമെന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കിട്ടത്തില്ല, അതായത് റോബസ്റ്റ് ആയിരിക്കത്തില്ല. റോബസ്റ്റ് ആയിരിക്കത്തില്ല. ആം, അപ്പം ഈ ഫുൾ എക്സ് പാത്തും സാധാരണ എക്സ് പാത്തും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? എങ്ങനെ? നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ ഡോമിൽ പോകുമ്പോഴും പോകുമ്പോ ഒരു സെക്കൻഡ്, റിന്റു ആണ് ഇപ്പൊ ഷെയർ ചെയ്തേക്കുന്നേ. റിന്റുയുടെ ആ ഒരു ഡോം ഒന്ന് എടുക്കുവോ, ആ ഏതെങ്കിലും ഒരു എക്സ് പാത്ത് എടുക്കുവോ നമ്മുടെ ആ പേജിനകത്ത്? ഒരു മിനിറ്റ്. മാം അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വർക്ക് ഇന്ന് തരാതെ നാളെ തന്നൂടെ? ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാം കറക്റ്റ് ചെയ്യോ? അതല്ല, ഇന്നും കൂടെ തന്ന ഓവർലോഡ് ആയിപ്പോയി എനിക്ക്. മാനേജ് ന്യൂസ് ഇന്നൊരു ദിവസം എക്സ്ക്യൂസ് ചെയ്യുന്നു, നാളെ ഞാൻ നിങ്ങൾക്ക് നാളെ തന്നാ മതി. സാറ്റർഡേയും സൺഡേയും കൊണ്ട് ബാക്കിയൊക്കെ ചെയ്യാം മാം. തരണിട്ട് ശരി. മാനേജ് ന്യൂസിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. മാനേജ് ന്യൂസിനകത്ത് ഇതോ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എടുത്താൽ മതി. അപ്പൊ ഇതിനകത്ത് എടാ നീ ആ ഒരു ഇതിലത് ആ 3 ഡോട്ട് കണ്ടോ? നീ ഇപ്പം ഹൈലൈറ്റ് ചെയ്തേക്കുന്നതിന്റെ അവിടെ ആയിട്ട് നിന്റെ ഒരു മിനിറ്റ് ശിഖ ഒരു മിനിറ്റ്, ഒരു ഗ്യാപ്പ് തന്നെ. ഓക്കെ, മാനേജ് ന്യൂസ് ഞാൻ ഇപ്പൊ ഇത് എടുത്തേക്കണേ. ഈ ഡോട്ട് ആണോ താൻ പറഞ്ഞേ? ഈ ഡോട്ട് അതൊന്ന് എടുത്തേ. അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ, അതിനകത്ത് കോപ്പി ക്ലിക്ക് ചെയ്തേ. മാം ഇതിനകത്ത് കണ്ടോ കോപ്പി എക്സ്പാത്ത്, കോപ്പി ഫുൾ എക്സ്പാത്ത്? ഇത് രണ്ടും എടുത്തപ്പോ എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല, പക്ഷെ അത് എന്തോ ആണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത്. കോപ്പി ഫുൾ എക്സ്പാത്ത് എന്ന് പറഞ്ഞാൽ ഡോമിന്റെ അകത്തുള്ള ചെറിയ ഇത് പോലും എടുക്കും, അത് സബ് ആയിട്ടുള്ള നോട്ട്സിനെ പോലും കൺസിഡർ ചെയ്യും ഫുൾ എക്സ്പാത്ത്. ഓക്കെ ഓക്കെ. അപ്പം എന്നിട്ട് നോട്ട് പാഡിൽ പ്ലേസ് ചെയ്തേ. നോക്കിയപ്പം വ്യത്യാസം വന്നില്ല. കോപ്പി ഫുൾ എക്സ്പാത്ത് എടുത്തു ഞാന്. ഇനി അടുത്തത് കോപ്പി എക്സ്പാത്ത് എടുത്തതുപോലെ തന്നെ വലിയ ഡിഫറൻസസ് ഉണ്ടാവില്ല ഈ കേസില്. ചില കേസിലായിരിക്കും അത്. എല്ലാ സിനാരിയോസിലും ഒരുപോലെ ചേഞ്ച് വരണമെന്നില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ചിലതിൽ ചില ഹിഡൻ ആയിട്ടുള്ള ടാഗ്സ് ഉണ്ടാവും. സെയിം ആണോ? ഇതിപ്പോ സെയിം ആ, പക്ഷെ ഉണ്ടെങ്കിൽ അത് ഫുൾ എക്സ്പാത്തിൽ വരും, ഈ എക്സ്പാത്തിൽ വരത്തില്ല. ഓക്കെ, അപ്പൊ പക്ഷെ ഇതെടുത്താണല്ലോ നമ്മുടെ അബ്സല്യൂട്ട് ഇത് കാണുന്നേ. അതെ. ഓൾറൈറ്റ്, ഓക്കെ. അപ്പൊ ശരി, അത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇതുവരെയുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് മൊത്തം 5, 4, 5, 6 ടെസ്റ്റ് കേസ് ആയിട്ടുണ്ടാവും അല്ലേ? അടക്കം 6 ടെസ്റ്റ് കേസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോ. 6 ടെസ്റ്റ് കേസും നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് പാസ് ആവുന്നുണ്ടോ, എല്ലാം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ മാം. യെസ് ഷുവർ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. അയക്കാട്ടോ, കുറച്ച് ടൈം എടുക്കും, ഡിലേ വരുവേ. അയക്കാട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം.